പത്തനംതിട്ട റാന്നിയിൽ നിന്നും നിതിൻ തോമസ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. നിതിൻ, റാന്നിയിൽ വലിയ വെള്ളപ്പൊക്കം നേരത്തെ തന്നെ ഉണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെട്ട് കാടകളൊക്കെ ഒഴിയുന്ന രംഗങ്ങളും വീടുകളിൽ നിന്നും ആളുകൾ മാറി താമസിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? കീക്കോഴൂർ ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പമ്പ പൂർണ്ണമായിട്ടും കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. മൂഴിയാർ ഗവി റൂട്ടിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത രീതിയിൽ വെള്ളം കയറി ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. കോന്നി കൊക്കാത്തോട് പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. കാരണം ചുറ്റിനും വെള്ളമാണ്. അച്ചൻകോവിലാറ്റിൽ ക്രമാതീതമായിട്ട് വെള്ളം കയറുന്നതിനെ തുടർന്നിട്ട് അവിടെ ഭാഗികമായി പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതിനെ തുടർന്ന് പലയിടത്തും വീടുകളും കാര്യങ്ങളും ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ചേട്ടാ, ഇതിപ്പോൾ നിങ്ങൾ രാവിലെ എപ്പോഴാണ് അറിഞ്ഞത് വെള്ളം കയറുന്നു? ഞങ്ങൾ ഒരു 3:30 ആയപ്പോഴത്തേക്ക് അറിഞ്ഞു ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, വെള്ളം വരാൻ ഇങ്ങനെ ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 3:30 പോലെ ഇവിടെ പുറത്തിങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഒന്നും വെള്ളം 6 മണി കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ വെള്ളം കയറി ഇങ്ങോട്ട് കയറിയത്. അങ്ങോട്ട് വെള്ളം കയറിയായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം കയറി വരും. മാമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി. റാന്നി ടൗണ് ചെത്തോങ്കര അവിടെ എല്ലാം വെള്ളം കയറി. ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് അവിടുന്ന് വരുന്ന വെള്ളം, അതായത് മന്നൂരി സൈഡിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ ചെത്തോങ്കര തികഞ്ഞിട്ട് 6 തികഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം അങ്ങോട്ട് പോകും. ഇങ്ങനെ അങ്ങോട്ട് വലിയകാവ സൈഡിലോട്ടാണ് വെള്ളം പോകുന്നത്. അപ്പോൾ അവിടുന്ന് വെള്ളം നിറച്ച് ഇവിടെയൊക്കെ വെള്ളം കയറുന്നത് ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ മാമുക്കിലോട്ട് വെള്ളം കയറിയത്. വീട്ടിൽ ഇപ്പോൾ കയറി ഒരു മണിക്കൂർ മുമ്പ് കയറിയ വെള്ളം ഇത് ഇപ്പോൾ കയറിയത് കണ്ടില്ലേ. എല്ലാം കയറി സാധനങ്ങളൊക്കെ ഒത്തിരി പൊക്കി വെക്കാന്നൊക്കെ അത്ര പൊക്കി വെച്ചിട്ടുണ്ട്. ഇനിയും പേര് 18 വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മേളിലായിരുന്നു വെള്ളം. ആ ഓട് പോലും കാണത്തില്ലായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ വെള്ളം കയറുന്നു ഒരിക്കലും വിചാരിച്ചില്ല. ഇതിപ്പോൾ ഇങ്ങനെ വെളുപ്പമായി വരുകാരന്മാർ പണ്ടൊക്കെ വെള്ളം പോകുന്ന രാത്രിയിലായിരുന്നു. പക്ഷേ സന്ധ്യയ്ക്ക് 7 മണി 8 മണി വെള്ളം വിളിച്ച് പറയുന്ന വെള്ളം കയറും. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ പകലായതുകൊണ്ട് കറണ്ടും ഇല്ലല്ലോ. കറണ്ടും അവർ ഓഫ് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഒന്നും പറക്കി വെക്കാൻ പറ്റത്തില്ല. പിന്നെ താഴേന്ന് പറക്കി വെക്കാൻ തന്നെ കട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ താഴെ ഇട്ടിരിക്കുക. ബാക്കിയുള്ള മെത്തേക്കത്തേക്കുള്ള സാധനങ്ങളെല്ലാം പറക്കി പൊക്കി വെച്ച് കാര്യം നനഞ്ഞു പോയാൽ നശിക്കുന്ന സാധനങ്ങളല്ല. കാരണം 18 ഒരു വെള്ളപ്പൊക്കം ഒന്ന് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങളുടെ എല്ലാം പോയായിരുന്നു. ഉടുതുണിക്ക് മറുപണിയില്ലാതെ നിൽക്കുമായിരുന്നു. കാര്യം അതുപോലെ എല്ലാം മൊത്തം നനഞ്ഞു പോയി. അന്ന് സൗകര്യം ഇല്ലായിരുന്നു, മറ്റു വെക്കാൻ സൗകര്യമില്ലായിരുന്നു. നനഞ്ഞ ദുരിതത്തെ പറ്റിയാണ് വ്യക്തമാക്കുന്നത്. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ദുരിതം ഉണ്ടായിട്ടുണ്ട്. മഴക്കെടുതിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പ്രേക്ഷകരോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. റാന്നിയിൽ നിന്നും നിതിൻ തോമസ് ആണ് നമുക്കൊപ്പം ചേർന്ന്.